എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികൻ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ആളിക്കത്തുന്നു. പോലീസ് കേസെടുത്തുവെങ്കിലും നേതൃത്വം കൊടുത്ത ജെറിൻ എന്ന വിമത വൈദികനെതിരെയും മറ്റു ഗുണ്ടകൾക്കെതിരെയും ഒരു നടപടിയും സീറോ മലബാർ സഭ എടുത്തിട്ടില്ല. അക്രമങ്ങൾക്ക് കൂട്ടുനിന്ന കേരള കോൺഗ്രസ് നേതാവിനെ പുറത്താക്കി. സിനഡ് അംഗീകരിച്ച കുർബാന അർപ്പിക്കണമെന്ന നിർദ്ദേശങ്ങൾ നൽകി വൈദികനെ ആ പള്ളിയിലേക്ക് അയച്ചത് ബിഷപ്പ് ബോസ്കോ പുത്തൂരാണ്. അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞെങ്കിലും കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് ആ വൈദികൻ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയത്. അനേകം വിശ്വാസികൾ ഇതിൽ പ്രതിഷേധം അറിയിച്ചുവെങ്കിലും സിനഡ് നടപടിയെടുക്കുന്നില്ല. സിനഡിൽ 2 മെത്രാൻമാർ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 82 വയസ്സുള്ള വൈദികനെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടിയ ഗുണ്ടകൾ വിശുദ്ധ വസ്തുക്കൾ വലിച്ചെറിയുകയും ചെയ്തു. കത്തോലിക്ക സഭയുടെ കുർബാന പുസ്തകം, അതുപോലെ തന്നെ ഓസ്തി, വീഞ്ഞ് എല്ലാം അക്രമികൾ നിലത്തെറിഞ്ഞ് നശിപ്പിച്ചു. കേരള കോൺഗ്രസിന്റെ വൈക്കം നിയോജക മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റ് ബാബു ജോസഫിന്റെ ഒത്താശയോടെ നടന്ന ആക്രമണത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും രൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വരുന്നത്. വിവരങ്ങൾ അറിഞ്ഞ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ബാബു ജോസഫിനെതിരെ പാർട്ടി തല നടപടികൾക്ക് തീരുമാനമെടുത്തു. പ്രസാദഗിരി പള്ളിയിൽ കുർബാന മധ്യേ വയോധികനായ പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ ജോൺ തോട്ടുപുറത്തിനെ ആക്രമിച്ച കേരള കോൺഗ്രസ് എം നേതാവിന്റെ രാജി പാർട്ടി എഴുതി വാങ്ങി. കേരള കോൺഗ്രസിന്റെ വൈക്കത്തെ ആക്ടിംഗ് പ്രസിഡന്റായിരുന്ന ബാബു ജോസഫിന്റെ രാജിയാണ് പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി എഴുതി വാങ്ങിയത്. ഫെബ്രുവരി 1 വിമത വൈദികൻ ഫാദർ ജെറിൻ മാർട്ടിൻ, ബാബു ജോസഫ് എന്നിവർ ഉൾപ്പെട്ട സംഘം പള്ളിവാതിൽ കുത്തിപ്പൊളിച്ച് ഉള്ളിൽ കടന്ന ഫാദർ ജോൺ തോട്ടുപുറത്തിനെ ആക്രമിച്ചത്. പക്ഷേ ബാബു ജോസഫിന്റെ ഇടപെടലിനെ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് സമാധാനപൂർവ്വം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത വിശ്വാസികൾക്കെതിരെയാണെന്ന് പള്ളി സെക്രട്ടറി ഉൾപ്പെടെ ആരോപിച്ചിരുന്നു. ഇതോടെയാണ് ബാബു ജോസഫിനെതിരെ നടപടിയെടുക്കാൻ കേരള കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചത്. ഒരു സഭയിലെ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ പാർട്ടിയിലെ ഔദ്യോഗിക ഭാരവാഹിത്വം ഉള്ളവർ ഇടപെടുകയും പക്ഷം പിടിക്കുകയും ചെയ്യുന്ന കത്തോലിക്ക സഭയെയും സഭാവിശ്വാസികളെയും നാണം കെടുത്തുന്ന ഈ വിമത സമരം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചു കണ്ടാൽ മതിയെന്ന പ്രാർത്ഥനയിലാണ് വിശ്വാസി സമൂഹം.